ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തനംതിട്ട സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഓണം ആഘോഷിക്കാൻ വേണ്ടി നന്ദും കനകയും ഗോവിന്ദനും കൂടി അനന്തപുരിയിലേക്ക് വന്നിരിക്കുക കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ നവീനും അവിടെ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇവർ 3 പേര് മാത്രമാണ് വന്നിരിക്കുന്നത്. അവർ വരുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്. മുത്തശ്ശൻ കനകെ ഗോവിന്ദ വളരെ സന്തോഷം കേട്ടോ മോളെ, നീ നിന്റെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറയാണ്. ശേഷം നന്ദുവിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വല്ലാത്തൊരു വിഷമവും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് മോളെ. നീ ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട്. നീ ഇപ്പോൾ വീട്ടിലെ മരുമകളായിട്ട് കയറി വരാത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഇപ്പോൾ ഞാനും ഇവിടുത്തെ മുത്തശ്ശിയും ആയിരിക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുട്ടോ. കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും എത്രമാത്രം താൻ അവിടെ വരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ നന്ദുവിന്. പക്ഷേ അതൊന്നും സമ്മതിക്കില്ലല്ലോ. കനകയും ഗോവിന്ദനും സമ്മതിക്കാത്തതുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു പ്രാവശ്യം വന്ന് പെണ്ണ് ചോദിച്ചതുമാണല്ലോ. അപ്പം അതുകൊണ്ട് നന്ദുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാട്ടോ. നന്ദുവും അതുപോലെ തന്നെ കനകയും ഗോവിന്ദനൊക്കെ വന്ന കാര്യം അനി അറിയുന്നുണ്ട്. അനി മുകളിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ജലജയും അതുപോലെ തന്നെ ജാനകിയും കൂടി വരുവാണ്. ജാനകിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അനിയെടുത്ത്, എടാ ദേ താഴത്തെ അവള് വന്നിട്ടുണ്ട്, ആ നന്ദു മുടി മുറിച്ചവള്, പിന്നെ ആ കനകെ ഗോവിന്ദനും എല്ലാം ഉണ്ട്. നോക്ക്, ആ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് എങ്ങാനും നീ നിലത്തിറങ്ങി വന്നാലേ നോക്കിക്കോ, അപ്പം അറിയാം ഈ ജാനകി ആരാണെന്ന്. അമ്മേ, ഇന്ന് ഓണാഘോഷമാണ്, എനിക്കപ്പോൾ താഴെ ഇറങ്ങി വരണ്ടെന്നാണോ പറഞ്ഞത്? ഞാൻ മാത്രം ഒറ്റയ്ക്ക് മുകളിൽ നിന്ന് ഓണം ആഘോഷിക്കണോ? എടാ, നീ മുകളിൽ നിന്ന് ഓണം ആഘോഷിച്ചാൽ മതി, മനസ്സിലായോ? നീ അവളെ കാണാൻ നിലത്തെങ്ങാനും വന്നിട്ടുണ്ടല്ലോ, ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കില്ല. പക്ഷെ അവരുണ്ടല്ലോ, ആ കനകയും ഗോവിന്ദനും, അവർ രണ്ടുപേരും ഞാനിവിടെ നാണം കെടുത്തി, അതായത് എത്രത്തോളം നാണം കെടുത്താവോ അത്രത്തോളം നാണം കെടുത്തി ഇവിടെ നിന്ന് പുറത്താക്കും. അവരുടെ കൂടെ അവളും ഉണ്ടാവും, ആ നന്ദു. അവരെ നാണം കെടുത്തി ഇവിടുന്ന് പുറത്താക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോവാണ്. തൊട്ട് പിന്നാലെ ജലജയും പോകുന്നുണ്ട്. ജലജ ജാനകി എടുത്ത് പറയുന്നുണ്ട്, ജാനകി അടിപൊളി, നീ കലക്കി. കാരണം അവനെ നാണം കെട്ടാലും അവനിവിടുന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല, നന്ദുവിനെ കാണാൻ നിലത്ത് പോവായിരുന്നു. ഇപ്പൊ നന്ദുവിനെയും നന്ദുവിന്റെ അച്ഛനും അമ്മേനെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് അറിയുമ്പോൾ അവൻ എന്തായാലും കുറച്ചൊന്ന് അടങ്ങും. അതല്ലേ ഏടത്തി ഞാൻ അങ്ങനെ തന്നെ അവനോട് പറഞ്ഞത് എന്ന് ജാനകി പറയാട്ടോ. അതിനുശേഷം ജലജ വലിയ അഹങ്കാരത്തോടെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നയന വരുന്നുണ്ട്. അതെ, അപ്പച്ചിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പച്ച ചെയ്ത ക്രൂരതകളും കൊള്ളരുതായ്മയൊക്കെ എനിക്ക് മാതൃശ്ശേട്ടനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഞങ്ങൾ മിണ്ടാതിരിക്കാനെ കാരണം എന്താണെന്നറിയാവോ? ഈ ഓണത്തിൻ്റെയും ചിങ്ങത്തിൻ്റെയൊക്കെ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം അപ്പച്ചി ഇത്രയും നാൾ മറച്ചു വെച്ച ആ മഹാസത്യം ഉണ്ടല്ലോ, അത് ഞങ്ങൾ എല്ലാവർക്കും തുറന്നു പറയാൻ വേണ്ടി പോവാണ്. ഇനി നിന്ന് കത്താൻ പോണത് അപ്പച്ചി നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ പൊടിക്കൊന്ന് അടങ്ങ് എന്നൊക്കെ പറയാണ് നമ്മുടെ നയനാട്ട. ഇത് കേൾക്കുമ്പോഴേക്കും ജലജ, ഇവള് കുറേ നാളായല്ലോ സത്യങ്ങൾ അറിയാന്ന് പറയണത്. ഇനി ആ നാഗേന്ദ്രനും ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? നാഗേന്ദ്രനും ഈ നയനയും അതുപോലെ തന്നെ ഈ ആദർശം തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ടായിരിക്കും ഇവൾ ഇങ്ങനെയൊക്കെ പറയണത്. അയാൾ ഇനി സത്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞിട്ട് കാണുമായിരിക്കോ? എന്തായാലും സത്യങ്ങൾ അയാളുടെ വായിൽ തന്നെ ആയിരിക്കും ഇവർ അറിഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും അത്ര അഹങ്കാരമൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജലജയും നയനയും നവ്യയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നവ്യ പറയണ്ട, അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഇവിടെ അവിടെ അവർ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പോവുകയും ചെയ്യും. ഒരു ദിവസം മാക്സിമം, അതിൽ കൂടുതൽ അവരിവിടെ നിർത്താൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. പിന്നെ നന്ദുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും നവീൻ ഇവിടേക്ക് വരും. പിന്നെ നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ആവേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ കനക വരുവാണ്. കനക നോക്കിയിട്ട് രണ്ടുപേരെ മാറി മാറി നോക്കുന്നുണ്ട്. എന്താണ് അമ്മായിമ്മയും മരുമകളും തമ്മിൽ കുറേ നേരമായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കേൾക്കുന്ന നവ്യ പറയണ്ടേ, ഞങ്ങൾ അമ്മായിമ്മ മരുമകളും തോന്നല്ല, അമ്മയും മകളുമാ, ഞങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും, അതിന് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, എനിക്കൊന്നും ഇല്ലായേ, പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് നിങ്ങളുടെ തലക്ക് മുകളിൽ തന്നെ ഇരിക്കും. നിങ്ങൾ രണ്ടുപേരും ദുഷ്ടതകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളൊക്കെ അനുഭവിക്കും എന്നൊക്കെ കനക ഇങ്ങനെ പറയണ്ട്. ശേഷം നവ്യനെ മാത്രം നോക്കി കണ്ണിറുക്കി കാണിക്കണ്ട്. പിന്നെ അവിടുന്ന് സ്ലോ മോഷനിൽ പോവാണ് ചെയ്യണത്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ നവീനും അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. നവീൻ എത്തുമ്പോഴേക്കും നവീൻ നോക്കുമ്പോഴേക്കും നന്ദും കനകയും ഗോവിന്ദനും മുകളിൽ അവിടെ താഴെ തന്നെ ഉണ്ട്. പക്ഷെ അനീന അവിടെ ഒന്നും കാണുന്നില്ല. നവീന കാര്യം മനസ്സിലായി, അനി മുകളിൽ നിൽക്കുകയാണ്, അവൻ്റെ അമ്മയും അച്ഛനും അവനെ പേടിപ്പിച്ച് മുകളിൽ നിർത്തി കാണുമായിരിക്കും എന്ന് നവീന മനസ്സിലായിട്ടോ. കുറച്ചു നേരം ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കട്ടെ,
പിന്നെ താനായിട്ട് തന്നെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. നവീൻ്റെ മനസ്സിൽ വിചാരിക്കണം നന്ദും അനിയും തമ്മിൽ നല്ല സംസാരിക്കാനുള്ള ഒരു അവസരം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് കുറച്ച് നേരം രണ്ടുപേരും കൂടി ടെൻഷൻ അടിച്ച് നിൽക്കട്ടെ, പരസ്പരം അടുത്തടുത്തുണ്ടായിട്ടും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ രണ്ടുപേരും അനുഭവിക്കട്ടെ എന്നൊക്കെ നവീനും വിചാരിക്കണം. അങ്ങനെ നവീൻ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവണം. അങ്ങനെ ഓണപ്പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. എല്ലാവരും ഓണം ഭയങ്കര അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ഓണത്തിനിടയ്ക്ക് ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും സന്തോഷത്തോടെ ജലജയും അഭിയും അനി നന്ദു എല്ലാ സന്തോഷത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഓണം സെലിബ്രേഷൻ എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ അടുത്ത് തന്നെ നമ്മുടെ അനിയല്ല നമ്മുടെ അഭിയും അതുപോലെ തന്നെ ജലജയും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കാണ്. ഓണത്തിന്റെ ആഘോഷത്തിലാണല്ലോ എല്ലാവരും. ഈ സമയത്ത് ആരും തന്നെ അടുക്കളയിലില്ല. ഇത് തന്നെ പറ്റിയ അവസരം എന്ന് ജലജ അഭി എടുത്ത് പറയണ്ട് അമ്മ പറഞ്ഞ ശരിയാണ്. ഈ സമയത്ത് ആരും അടുക്കളയിലില്ല. അനഘ എന്ന് പറഞ്ഞ അവള് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓ എന്തിനാണാവോ കേരള സാരിയെ കൊടുത്ത് റൂമിൽ അങ്ങനെ കിടന്നുറങ്ങുക അവള് പുറത്തെന്താ അവര് ആഘോഷം കാണാൻ വേണ്ടി പോകുന്നുണ്ടോ? എനിക്കവിടെ കിടപ്പും ഇരിപ്പൊക്കെ കാണുമ്പോൾ സഹിക്കുന്നില്ലാമേ. എടാ നീ സഹിക്കണം, നീ കാണുവാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അമ്മേ എന്നെ ഇനി കുറ്റപ്പെടുത്താതെ ആ ഒഴിയാബാധന എങ്ങനെ ഒഴിവാക്കും എന്നൊന്ന് പറഞ്ഞു താമേ. അതിനെ വേണ്ടിയിട്ടാണ് ഞാനും തല പുകച്ചുകൊണ്ടിരിക്കണത്. നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടാവോ നോക്കട്ടെ. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. എന്താ അമ്മ ഐഡിയ? അമ്മ ഐഡിയ കാണിച്ച അവസാനം അത് നമ്മുടെ തലയിൽ തന്നെ ആകോ? എടാ അത്രയ്ക്കും എന്നെ വിശ്വാസമില്ലെങ്കിൽ നീ പോവാൻ നോക്ക്. അയ്യോ അമ്മേ എനിക്ക് അമ്മേനെ വിശ്വാസമാണ്. എന്താ അമ്മ ഐഡിയ? പാമ്പ് ഐഡിയ ആണോ അതോ വിഷ ഐഡിയ ആണോ? എടാ ഇത് രണ്ടുമല്ല. പിന്നെ എന്താ അമ്മേ? പിന്നെ എന്താ അമ്മയുടെ ഈ തലക്കകത്ത് വരുന്ന പുതിയ ഐഡിയ? നിനക്കിപ്പോൾ ഇവിടെ നിന്ന് ആരെയാണ് ആദ്യം ഓടിക്കേണ്ടത്? അനഘേനെ. അതിലെന്താ സംശയം? അതെ, അനഘേനെ ഓടിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. അനഘയും ആദർശം തമ്മിൽ ഇപ്പോഴും അവിഹിത ബന്ധമുണ്ടെന്ന് നമ്മൾ ഈ വീട്ടിലെ എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. അമ്മേ അതെന്തൊക്കെ കാണിച്ചാലും ആ നയനക്കും ഇപ്പോൾ വീട്ടിലെ നവ്യെക്കുറിച്ച് ബാക്കി എല്ലാവർക്കും അറിയാലോ. എൻ്റെ കുഞ്ഞാണെന്നും അനഘയും ഞാനും തമ്മിലുള്ള ബന്ധമുള്ളതെന്ന്. അതേടാ, പക്ഷെ നീയും അനഘയും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പം അനഘ തമ്മിൽ ബന്ധമുള്ളത് ആർക്കാണ്? നമ്മുടെ ആദർശിന്. ഇതൊന്നും ആരും വിശ്വസിക്കില്ലമ്മേ. കിടക്കുന്ന അവളെ ആദർശേട്ടന് എന്തിനാണ്? പിന്നെ ആദർശേട്ടൻ്റെ പുറകെ നടക്കാൻ വേറെ കുറേ പെണ്ണുങ്ങളുണ്ട്. അമ്മക്കതൊന്നും അറിയാനിട്ടാണ്. എടാ ആയിക്കോട്ടെ, പക്ഷെ ഈ വീട്ടിൽ അനഘയുടെ റൂമിൽ കയറി ചെല്ലാൻ അവനൊരു വിലക്കുമില്ല അല്ലേ? അതെപ്പോഴും കയറി ചെല്ലാം. അതെ, അങ്ങനെ റൂമിൽ കയറി ചെന്ന് അനഘയും അവനും തമ്മിൽ ചെറിയൊരു അവിഹിതം ഉണ്ടായി. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊക്കെ മറ്റുള്ളവർ വിശ്വസിക്കും, വിശ്വസിക്കണം. ആ രീതി വേണം നമ്മൾ കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട്. അതെ, ആദർശ് ഇടയ്ക്കിടയ്ക്ക് അനഘയുടെ റൂമിൽ പോണത് അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ മാത്രമല്ല, അവൾക്ക് അവനെ കണ്ടു ഒരു പ്രണയം, അതിനു വേണ്ടി പരസ്പരം പോവാണ്. പിന്നെ നയനിപ്പം ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് അവളുടെ വീട്ടിൽ പോകുമ്പോൾ അവനൊരു കാമുകിയോ ഭാര്യയോ വേണമല്ലോ. ഇവിടെയാണെങ്കിൽ അവൾ നടക്കാനും തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ബന്ധമുണ്ട് നമുക്ക് സ്ഥാപിക്കാടാ. കൊള്ളാമേ, അത് നല്ലൊരു ഐഡിയ ആണ്. ആദർശേട്ടന് ഇതൊരു അങ്ങനത്തെ ഒരു ചീത്തപ്പേര് ഉണ്ടായിട്ടില്ല. അഥവാ അങ്ങനത്തെ ഒരു ചീത്തപ്പേര് ഉണ്ടാവുകയാണെങ്കിൽ അത് സൂപ്പറായിരിക്കും. അതെ, അപ്പം നമുക്ക് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കണം എന്നൊക്കെ ജലജ പറയാണ്. അപ്പം അങ്ങനത്തെ കുറേ എപ്പിസോഡ് നമ്മൾ നാളത്തെയും മറ്റന്നാളത്തേക്ക് എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഇന്ന് എപ്പിസോഡില്ല, ഓണം ആയതുകൊണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.